ഗായ്സ് ഗുഡ് മോർണിംഗ്. ഏകദേശം ഉറക്കെണീറ്റ് നിന്ന് ഫ്രഷ് ആയിറാണ്. അടുത്ത പരിപാടി ഇപ്പോൾ ഇന്ന് പള്ളിയാഴ്ച നിന്ന് ഇറങ്ങും. പിന്നെ ഡ്യൂട്ടി കയറാം. ക്യാടാ ഇന്നപ്പോൾ വർക്ക് കൂടുതൽ, ഇന്ന് അടിപൊളിയായിരുന്നു. ഇന്ന് വർക്ക് കൂടുതൽ. സ്കട പോയി ഇന്ന് പോയി കൺട്രോൾ ചെയ്യണം. വരാമെന്ന് പറഞ്ഞു. ഇനി തന്നെ ഞാൻ സ്കടയും പോയി റെഡിയായെന്ന് പറഞ്ഞു. ഇപ്പോൾ ആയിട്ട് എന്തോ വന്നെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്യാൻ പോയത് അതുകൊണ്ട് എന്നാൽ കുഴപ്പമില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചെല്ലുക, ഫുള്ളൊന്ന് ചെക്ക് ചെയ്യുക. റൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു, അതും കുഴപ്പമില്ല. ആകാശം കണ്ട നോർമൽ പറഞ്ഞുകൊണ്ട് വലിയ രസമില്ല. രാത്രി ഇടയ്ക്ക് നല്ലത് വരും. നല്ലത് പറഞ്ഞ സമയത്ത് ഞാൻ ലേറ്റായി പോകും. എന്ത് ചെയ്യാനാണ്? അപ്പുറത്തെ സൈഡ് ഫോക്കിയ ഇനി തന്നെ ഇനി ചെല്ലുക, ഇരിക്കുക, നോക്കുക, അത് തന്നെ പരിപാടി. വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുക, സ്കാഡ ചെക്ക് ചെയ്യുക, അത് തന്നെ. ഇവിടെ വന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കും. ഇനി കുറച്ച് നേരം കൂടുതൽ ഇവിടെ ഇരിക്കും. ജസ്റ്റ് ഇനി ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം ഫുള്ളെല്ലാം റൗണ്ട് അടിച്ച് ചെക്ക് ചെയ്യണം. റൗണ്ട് അടിച്ച് കഴിഞ്ഞ് എല്ലാം പുറത്തൊന്ന് ചുറ്റി ഇവിടെയും ഒന്ന് കമ്പ്യൂട്ടർ ബേസ് കൊണ്ട് ചെക്ക് ചെയ്യും. അത് തന്നെ പരിപാടി. ഇവിടെ ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് വലിയ കുഴപ്പമില്ല. ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് സംഭവം ബാക്ക് ക്യാമറ എടുത്താൽ എനിക്ക് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ക്യാമറ തന്നെ ഭയങ്കര പാടാണ്, കൈ വേനിക്കില്ല. അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി ശേഷം കുറഞ്ഞാലും കുഴപ്പമില്ല. കൈക്ക് ഇത്തിരി മെനക്കെടുത്തന്നെ സൗണ്ടും വലിയ പിടിക്കില്ല. ഇത് പബ്ലിക്കാണ് ഓൺ ചെയ്തത്. കുറച്ച് ലേറ്റായി പുറത്ത് പോകാൻ തുടങ്ങിയത്, കുറച്ച് ലേറ്റായി. അങ്ങനെ ഇപ്പോഴാണ് തുടങ്ങിയത്. നമ്മൾ രണ്ടുപേരും കഴിഞ്ഞു. അങ്ങനെയാണ് രാവിലത്തെ ഡ്യൂട്ടി. ഇപ്പോൾ ഫുഡിന് കൊണ്ടുവച്ച് ഒരു മുട്ട തന്നെ ഇനി എത്ര 3 എണ്ണം. അതായത് നാളെയും കൂടി ഫുഡ് കഴിക്കാറുണ്ട്. മറ്റന്നാൾ തൊട്ടില്ല. അതായത് ഇന്ന് 5, 6-ാം തീയതിയും കൂടി ഉണ്ട്. 7-ാം തീയതി തൊട്ടില്ല. കറക്റ്റ് എൻ്റെ പൈസ തീരണ വരെ, അതായത് നമുക്ക് ശമ്പളം വരണ ടൈം വരെ ഉള്ളതുണ്ട്. എന്തായാലും ഡിലേ ആവും. എൻ്റെ അതിൽ മിക്കവാറും 10-ാം തീയതിയാണ്. 10-ാം തീയതി ആകുമ്പോൾ ഏകദേശം ഇനി എത്ര ദിവസം, വെള്ളിയാഴ്ചയ്ക്ക് മുമ്പേ വന്നാൽ കിട്ടും. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിങ്കൾ. ശനി ഞായറും അയച്ചു തരൂല. പിന്നെ ചെന്ന് വാങ്ങിക്കണം. അത് അതിൻ്റേതായ പാട്. എന്ത് പറയാനാ, അങ്ങനെ അവരെ രീതിയിലല്ലേ അവർ തരുള്ളൂ. നമ്മൾ സപ്ലയർ ആയിപ്പോയില്ലേ, സപ്ലയർ കമ്പനിയിൽ പറഞ്ഞല്ലേ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മളിനി എന്തിനു പറഞ്ഞാലും നമ്മളവിടെ ഫൈറ്റാണ്. വേറെ കുഴപ്പമില്ല. ഫുള്ള് ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. അത് തന്നെ നൈസ് പരിപാടി. വേറെ ഒന്നുമില്ല. ഫുഡ് ഉണ്ടാക്കി കഴിക്കുക.
ഫുഡും കഴിച്ച് ഇനി നേരെ പോവുക, കൺട്രോൾ എടുക്കുക, കൺട്രോൾ ചെയ്യുക, അത് തന്നെ. വേറെ പരിപാടിയൊന്നുമില്ല. ജോലിയായിപ്പോയി ഇവിടെ, എന്ത് ചെയ്യാൻ. വേറെ ഇവിടെ ഇറങ്ങാൻ പറ്റൂല. എവിടുന്നകത്തുള്ള ഇരുന്ന് ഇട്ടാ വട്ടം ഇരുന്ന് കറങ്ങുക, ഇടുക ആ വീഡിയോ. എനിക്കറിയാം കട്ട ബോറായിരിക്കും. ഡെയിലി ഒരൊറ്റ വീഡിയോ പോലെ ചെറിയ പോർഷൻ മാത്രമേ മാറുന്നുള്ളൂ. കണ്ടന്റ് എല്ലാം സെയിമാ. അതിനോ പക്ഷെ എന്ത് ചെയ്യാൻ, ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ, പെർമിഷൻ കിട്ടണ്ടേ, പുറത്തു പോകാൻ പൈസ വേണ്ടേ? മനസ്സിലായോ? അതാണ് വിഷയം. മണി ഈസ് ദ പ്രോബ്ലം മാൻ, മണി ഈസ് ദ പ്രോബ്ലം. അതുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല. 19 ലക്ഷം നിന്ന് കിട്ടിയ എല്ലാ പ്രശ്നവും തീരുമെന്നാണ് വീട്ടുകാരെ വിചാരം. പക്ഷെ തീരുമോ? ഇല്ല. 25,000 രൂപ ജോലി എന്തരാവാ പൈസ? ആഴ്ച 50 ലക്ഷമെങ്കിലും ആവുമോ? അതിനുമ്പോൾ ഞാൻ മേടിക്കാം. അത്ര 50 ലക്ഷം ആവുകയെന്നില്ല. അതിനുമ്പോൾ നമ്മളെ ആഗ്രഹങ്ങളാണ്, ഫോൺ എടുക്കണം, വണ്ടി എടുക്കണം, കെണ്ടി എടുക്കണം, എല്ലാം നോക്കുമ്പോൾ ലാസ്റ്റ് ഒന്നും കാണും. ഏകദേശം ഇവിടെ നടങ്ങി ഇനി പോയി ഫോണും ചാർജ് ഇടുക, പിന്നെ ഫുഡും ഉണ്ടായി കഴിക്കുക. ഫോൺ നല്ല ചാർജ് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും ഫുഡും ഉണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേറെ ടീമും വന്നു, ക്ലീനിങ് ടീമും വന്നു ഇവിടെ. ഇന്ന് ക്ലീനിങ് ടീമും ഉണ്ട്. ജസ്റ്റ് ഇവിടെ പൊടിക്കുന്ന പുല്ലൊക്കെ പറിച്ച് കളയാൻ വേണ്ടി വന്നു. അങ്ങനെ വന്ന ടീമാണ് ക്ലീനിങ് ടീം. എന്താ ഇത് നമ്മളൊന്നും ചെയ്യണ്ട, അത് ഒരു 3-4 പേര് വരും, അവരൊന്ന് ക്ലീൻ ചെയ്തെടുത്തോണ്ട് പോയിപ്പോൾ സംസാരിച്ച് അവർ വന്ന് തുടങ്ങി. എപ്പോഴത്തേക്കും ഞാനും ഫുഡ് ഉണ്ടായി കഴിക്കുക, ഫോണും ചാർജ് കഴിക്കുക. ജോലി ചെയ്ത് ഇവിടെ വന്നിരിക്കും. ഞാൻ ഇപ്പോൾ ഫുഡും ഉണ്ടാക്കാൻ വെക്കുകയും ചെയ്തു. ഈ ഫുഡും കഴിക്കുക, ഫുഡും കഴിച്ചതിന് ശേഷം ഫോൺ കൊണ്ട് ചാർജ് ചെയ്യുക. അത് തന്നെ, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ഫോൺ ചാർജ് അവർ പോയിട്ടില്ല, അവരവിടെ തന്നെ ഇരിക്കും. അവർ ഫ്രഷായി ഫുഡ് കഴിക്കേണ്ട പരിപാടി അവരൊക്കെ അവരവിടെ ഇരിക്കുന്നു. ഇരിക്കട്ടെ, എനിക്കും പോയി അവിടെ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇരിക്കണം. ജസ്റ്റ് 2-3 സൈറ്റ് നോക്കിയിരിക്കാൻ പറഞ്ഞു. അവിടെ ഗൾഫാർ ഇവിടുത്തെ മെയിൻ കമ്പനിയുള്ള മെയിൻ അവരുടെ ഇതിലെന്തോ വർക്ക് കിടക്കണം റോഡ് സൈഡിൽ. അപ്പോൾ എന്തോ അവരെ വെള്ളം എവിടെയോ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. റിസർവറുകളൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ലെവൽ ഇത്ര പോയിന്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോം ചെയ്യണം, അത്രേ ഉള്ളൂ. മറ്റേ പുള്ളി ഞാൻ അവിടെ ഇരിക്കുന്നു, നീ അവിടെ ഇരിക്കണം കുറച്ച് നേരം. അത് തന്നെ കുറച്ച് കൂടുതൽ. ഫോൺ ചാർജ് ചെയ്യുമ്പോൾ തിരിച്ചിങ്ങ് വരണം. മൈ ബ്രദർ ഈസ് ഗോയിങ്. കുറച്ചേരം ഇവിടെ ഇരിക്കുക, കുറച്ചേരം ഇരുന്നിട്ട് ഫോണും ചാർജ് ചെയ്തിട്ട് വീണ്ടും പോകുക റൗണ്ട് അടിക്കുക. അത് തന്നെ പരിപാടി. മുടിയും കട്ട് ചെയ്യണം. ഡ്രിമ്മർ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യാം. അടുത്ത മാസം അടുപ്പിച്ചാവട്ടെ. പക്ഷെ എല്ലാം കൂടി വളരും. ഫോണൊക്കെ ചാർജായി 80-83 അടുപ്പിച്ച്. ഇനി ഇപ്പം എല്ലാം കറങ്ങി ചെക്ക് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. ഇനി ഫോൺ കൊടുത്ത് യൂസ് ബോറടിക്കുന്നു, ടൈം പോണ്ടേ, ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കുന്നതാണ്. അത് തന്നെയാണ് പരിപാടി. പിന്നെ അടുത്ത് എല്ലായിടമുള്ള എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. മറ്റേതും കുഴപ്പമില്ല. ഇനി 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ വേറെ ടീം പോകും, മെയിൻ നോക്കാൻ പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ
അപ്പോൾ അതും കുഴപ്പമില്ല. മെയിൻലി 1 മണിക്കൂറും കൂടി ശ്രദ്ധിച്ചാൽ മതി. ഉള്ള പരിപാടി ചെയ്യുന്നു. റീഡിങ് എടുത്ത് ഇതും ചെയ്തു. റീഡിങ് കൊടുത്ത് ഒരു പമ്പ് ഓഫ് ചെയ്യാനുണ്ടായിരുന്നു, അത് ഓഫ് ചെയ്തു. ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുക, പിന്നെ പോയിട്ട് വന്നതിന് ശേഷം ചെക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പിന്നെ പോയി കുടിക്കുക. അതാണ് പ്ലാൻ. ചെടിക്കും വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി പോയി ഫ്രഷ് ആവുക. അത് തന്നെ പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. അത് തന്നെ പരിപാടി. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം പോയി കുളിക്കുക. അതെ പറഞ്ഞാൽ നേരെ പോവുക. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി പോയെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് ലൈറ്റെല്ലാം ഓണാക്കുക. പിന്നെ അടുത്തുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടറൊന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുക. അത് തന്നെ, ബാക്കിയെല്ലാം സെറ്റാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഉള്ള പ്ലാനും പരിപാടി. എന്നാ ഈ എന്ത് പറയണു അപ്പോൾ? അല്ലെങ്കിൽ ഇവിടെ വരേണ്ടായിരുന്നു. ഇപ്പം ഇതല്ലേ മാസം അടിപൊളിയല്ലേ? ഇപ്പോഴും ആരെങ്കിലും ആസ്വദിക്കുകയോ എന്തോ. ഇതൊക്കെയാണ് നമ്മൾ പണ്ട് ആസ്വദിക്കുന്നത്. ഇപ്പം എല്ലാം ഫോണിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാനും അങ്ങനെയൊക്കെയാണ്. എന്നാലും ഇവിടെയൊക്കെ വരുമ്പോഴാണ് ആലോചിക്കണത് ഇങ്ങനെയൊക്കെയും ചെയ്തിട്ടുണ്ടോന്ന്. ഇനി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കമ്പ്യൂട്ടറിൽ. 6:30 അടുപ്പിച്ച് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. എഡിറ്റ് ഏകദേശം കുറച്ച് ചെയ്തോളൂ, ഇനി കുറച്ചും കൂടി ചെയ്യാണ്. ഇതും ചെയ്തിട്ട് വേണം. 7 മണി അടുപ്പിച്ചാകുമ്പോഴാണ് ഇവിടെ നടന്നത്. ഏകദേശം ടൈം കഴിഞ്ഞ് അവനിപ്പോൾ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഞാൻ പോകും. ഓക്കെ ബൈ ഫോർ ആൾ.